നമസ്കാരം. നമ്മുടെ നാട്, നമ്മുടെ കേരളം എങ്ങോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദം അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഉദാഹരണം പലപ്പോഴും നമ്മൾ പല വാർത്തകളും കാണാറുണ്ട്. അതിൽ വേദനാജനകമായ വാർത്തകളുണ്ട്, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളുണ്ട്, അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളുണ്ട്. ഇതെല്ലാം കൂടി വേദനയും ഞെട്ടലും അത്ഭുതവും ഒക്കെ ഉളവാക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ മാതൃഭൂമി ഓൺലൈൻ ഏതാണ്ട് 8 മണിക്ക് ശേഷം അവർ പ്രസിദ്ധീകരിച്ചത്. വേറെ എങ്ങൊന്നുമല്ല, നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നാടായ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ നിന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. സത്യം പറഞ്ഞാൽ ഈ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ ഈ വാർത്ത സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു. അതായത് കേരളം ജിഹാദിസത്തിന്റെ മറ്റൊരു കേന്ദ്രമായി എന്നേ മാറിക്കഴിഞ്ഞു. ഇതാ മറ്റൊരു ഉദാഹരണം കൂടി. ജിഹാദിസം എന്നത് നടപ്പിലാകുന്നു. മത തീവ്രവാദത്തിന് ഏറ്റവും വേരുകളുള്ള മണ്ണായി നമ്മുടെ മലയാള നാട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടലും അത്ഭുതവും ഒക്കെ തന്നെ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് പുറത്ത് വന്നത്. ഇതാണ് വാർത്ത. കായലോട് പറമ്പായി പിണറായി എന്ന സ്ഥലത്താണ് ആൾക്കൂട്ട വിചാരണയിൽ മനംനൊന്ത യുവതി ജീവനൊടുക്കി. റസീന മനസ്സിൽ 40 വയസ്സാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. സംഭവത്തിൽ 3 SDPI പ്രവർത്തകരെ പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് കിട്ടിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. പറമ്പായി സ്വദേശികളായ MC മനസ്സിലിൽ VC മുബഷീർ 28 വയസ്സ്, കണിയാന്റെ വളപ്പിൽ KA ഫൈസൽ 34 വയസ്സ്, കൂടത്താൻകണ്ടി ഹൌസിൽ VK റഹനാസ് 24 വയസ്സ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ തലശ്ശേരി സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 3:30 കായലോട് അച്ചങ്കര പള്ളിക്ക് സമീപം കാറിനരികിൽ റസീന സ്വന്തം സുഹൃത്തിനോട് സംസാരിച്ചു നിൽക്കുന്നത് ഒരു സംഘം SDPI പ്രവർത്തകർ ചോദ്യം ചെയ്തു. യുവതിയെ വീട്ടിലേക്ക് തിരിച്ചയച്ച ശേഷം മയിൽ സ്വദേശിയായ സുഹൃത്തിനെ കയ്യേറ്റം ചെയ്ത് സമീപത്തുള്ള മൈതാനത്ത് എത്തിച്ചു. 5 മണിക്കൂറോളം യുവാവിനെ കൂട്ടവിചാരണ നടത്തിയ സംഘവും മൊബൈൽ ഫോണും ടാബും ഒക്കെ പിടിച്ചെടുത്ത് 8:30 SDPI ഓഫീസിൽ എത്തിച്ചു. ഇരുവരുടെയും ബന്ധുക്കളെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി. രാത്രി വൈകിയാണ് യുവാവിനെ ബന്ധുക്കൾക്കൊപ്പം വിട്ടയച്ചത്. യുവാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ടാബും മൊബൈൽ ഫോണും വിട്ടു നൽകാൻ സംഘം തയ്യാറായില്ല. അറസ്റ്റിലായ പ്രതികളിൽ നിന്ന് ഇവ കണ്ടെത്തി. കൂടുതൽ പ്രതികൾ ഈ വിഷയത്തിൽ ഉണ്ട് എന്നും അറിയപ്പെടുന്നു. അതായത് ഒരു സ്ത്രീ, ആ സ്ത്രീ ആരുമാകട്ടെ, ഭരണഘടനാപരമായി ആ സ്ത്രീക്ക് അവരുടെ സുഹൃത്തിനോടൊന്നല്ല ആരോട് വേണമെങ്കിലും സംസാരിച്ചു നിൽക്കാൻ, ഒരു പൊതു ഇടത്തിൽ സംസാരിച്ചു നിൽക്കാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട് ഈ ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത്. ഇവിടെ ശരിയത്ത് നിയമമല്ല നടപ്പിലാക്കുന്നത്. ഇത് സിറിയയല്ല, ഇത് അഫ്ഗാനിസ്ഥാനല്ല, ഇത് ഇറാനല്ല, ഇത് സൗദി പോലുമല്ല. സൗദിയിൽ പോലും ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നത് മറ്റൊരു കാര്യം. SDPI എന്ന് പറയുന്ന മതഭീകര സംഘടന, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരാണ് ഈ പെൺകുട്ടിയെയും ആ സുഹൃത്തിനെയും മാനസികമായി പീഡിപ്പിക്കുകയും വീട്ടുകാരെ വിളിച്ചു വരുത്തി അപമാനിക്കുകയും ചെയ്ത് അതിൽ മനം നൊന്താണ് ഈ റസീന എന്ന് പറയുന്ന യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതായി പിണറായി പോലീസ് വെളിപ്പെടുത്തുന്നത്. നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഒരു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ് ഇസ്ലാം എന്നൊക്കെ തന്നെ പറയാറുണ്ട്. എങ്കിലും ഇന്ന് ഇസ്ലാം മതത്തിൽപ്പെട്ട എത്രയോ സ്ത്രീകൾ സർക്കാർ ജോലിയിലും അല്ലാതെയും വിവിധ ആശുപത്രികളിലൊക്കെ തന്നെ ജോലി ചെയ്യുന്നു, ഡോക്ടർമാരായി ജോലി ചെയ്യുന്നു. അവർക്കൊക്കെ തന്നെ അവർക്ക് പഠിപ്പുണ്ട്, വിവരമുണ്ട്, അവർ ജോലി ചെയ്യുന്നു. അവർ അവരുടെ സുഹൃത്തിനോട് സംസാരിച്ചു നിന്നാൽ ഇവർക്ക് ഈ SDPI കിരാതന്മാർക്ക്, കാട്ടാളന്മാർക്ക് എന്താണ് ഇത്ര ചൊറിച്ചിൽ? എല്ലാം ചെറുപ്പക്കാരാണ്. ഇവർക്ക് എന്തിന്റെ ക്രിമികടിയാണ്? നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു അവസ്ഥ ഇങ്ങനെയാണ്. ഇവിടെ നിയമം പാലിക്കപ്പെടുന്നില്ലേ? ഇവിടെ നിയമപാലനം, ക്രമസമാധാന നില എന്നൊക്കെ തന്നെ ഉള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതല്ലേ? ഒരു സ്ത്രീയുടെ ജീവനാണ്, 40 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ജീവനാണ് എടുത്തത്. അവർക്ക് കുടുംബമുണ്ടാകാം, കുട്ടികളുണ്ടാകാം, മാതാപിതാക്കൾ ഉണ്ടാകാം. അവർക്ക് ഈ സ്ത്രീയെ, ഈ വേണ്ടപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ത്രീയെ അവർക്ക് നഷ്ടമായിരിക്കുന്നു. ആൾക്കൂട്ട വിചാരണ നടത്തി, SDPI ഓഫീസിൽ കൊണ്ടുപോയി ആൾക്കൂട്ട വിചാരണ നടത്തി ആ സ്ത്രീ മരിച്ചിരിക്കുന്നു, ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇതിനൊക്കെ തക്കതായ നടപടി എന്തായാലും മാതൃഭൂമി അത് SDPI പ്രവർത്തകർ എന്ന് തന്നെ കൊടുത്തതിൽ സന്തോഷമുണ്ട്. കാരണം സാധാരണഗതിയിൽ പല പത്രങ്ങളൊക്കെ തന്നെ യുവാക്കൾ അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും മതി, ആരുമൊന്നും ചോദിക്കില്ല. അല്ലെങ്കിൽ സമീപവാസികളായ യുവാക്കളെന്നോ ബന്ധുക്കളായ യുവാക്കളെന്നൊക്കെ കൊടുത്താലും മതി. ഇത് SDPI പ്രവർത്തകരായ യുവാക്കൾ അറസ്റ്റിൽ എന്ന് തന്നെ മാതൃഭൂമി ഈ വാർത്ത കൊടുത്തു. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കണം. ഈ പ്രതികളായവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. ഒരു സ്ത്രീയുടെ ജീവൻ തിരിച്ചു കിട്ടില്ല. ഒരു സുഹൃത്തിനോട് സംസാരിച്ചതിന് ഈ മതാചാരപ്രകാരം ശിക്ഷ കൊടുക്കുന്ന ശരിയത്ത് നിയമം ഇവിടെ ഉണ്ടോ? ഇതൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അത്ഭുതമാണ് പലപ്പോഴും ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും കേൾക്കുമ്പോൾ, കാണുമ്പോൾ.
മതത്തിന്റെ പേരിൽ എന്ത് തോന്നിയാസവും കാണിക്കാം, ആരെയും കൊല്ലാം, ആരെയും അപമാനിക്കാം, ആരെയും ആൾക്കൂട്ട വിചാരണ നടത്താം, ആരെയും മെക്കിട്ട് കയറാം എന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടെ കേരളം എത്തിയോ? ഇതിനൊക്കെ തന്നെ സ്തുതിഗീതങ്ങൾ പാടുന്നവർ, രാഷ്ട്രീയക്കാരാകട്ടെ ആരുമാകട്ടെ, അവർ ഓർക്കുക, നാളെ നിങ്ങളുടെ നേർക്കായിരിക്കാം ഇവരുടെ കണ്ണുകൾ, കഴുകൻ കണ്ണുകൾ പാഞ്ഞെടുക്കുന്നത്. ഇത്തരക്കാരെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വലിയ ദോഷം ചെയ്യും.